എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഭൂമിയിലെ ജലം എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് വായു പോലെ തന്നെ അത്യന്താപേക്ഷിതമായ ഘടകമാണ് ജലം. ആരോഗ്യം നിലനിർത്തുന്നതിനും നല്ല ജീവിതം നയിക്കുന്നതിനും വെള്ളം വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ ശുദ്ധജലം വഹിക്കുന്ന സുപ്രധാന പങ്കിലേക്കും അത് സംരക്ഷിക്കേണ്ടതിൻ്റെയും വിവേകപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതിൻ്റെയും ആവശ്യകതയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാർച്ച് 22 ലോക ജലദിനമായി ആഘോഷിച്ചു വരുന്നത്. 1992 റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വികസന സമ്മേളനത്തിൽ നൽകിയ ശുപാർശയെ തുടർന്ന് 1993 മുതൽ ഐക്യരാഷ്ട്രസഭ മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുന്നു. 2025 ലോക ജലദിനത്തിൻ്റെ തീമാണ് ഹിമാനി സംരക്ഷണം. 2024 ലോക ജലദിനത്തിൻ്റെ തീമായിരുന്നു ജലം ലോക സമാധാനത്തിനായി പ്രയോജനപ്പെടുത്തുക. സൗരയൂഥത്തിലെ ജീവഗ്രഹമാണ് ഭൂമി. ഭൂമിയിൽ ജീവൻ ആദ്യമുണ്ടായത് ജലത്തിൽ നിന്നാണ് എന്ന് കരുതപ്പെടുന്നു. സൗരയൂഥത്തിലെ ഭൂമിയുടെ സവിശേഷ സ്ഥാനമാണ് ഭൂമിയിലെ ജലം ദ്രാവകാവസ്ഥയിൽ നിലനിൽക്കുന്നതിന് കാരണം. ജലത്തിൻ്റെ 3 അവസ്ഥകൾക്കും നിലനിൽക്കുന്നതിന് പാകമായ ചൂടാണ് ഭൂമിയിലുള്ളത്. നദികളിലും സമുദ്രങ്ങളിലും കായലുകളിലും കുളങ്ങളിലും കിണറുകളിലും അരുവികളിലും ജലം ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുമ്പോൾ ധ്രുവപ്രദേശങ്ങൾ മഞ്ഞുകട്ടയുടെയും ഹിമാനികളുടെയും രൂപത്തിൽ ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷത്തിൽ നീരാവിയുടെയും മൂടൽമഞ്ഞിൻ്റെയും രൂപത്തിൽ വാതകാവസ്ഥയിലും ജലം കാണപ്പെടുന്നു. ഭൂമിയെ ജലഗ്രഹമെന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ 70% ഭാഗങ്ങളിൽ ജലം നിറഞ്ഞിരിക്കുന്നു. അതായത് ഏതാണ്ട് 1/3 ഭാഗം. ഇതിൽ നല്ലൊരു പങ്കും മഹാസമുദ്രങ്ങളിലായി പരന്നു കിടക്കുകയാണ്. ഡയഗ്രം ശ്രദ്ധിക്കൂ. ഭൂമിയിലെ ജലലഭ്യതയാണ് ചിത്രത്തിൽ. ലവണജലത്തിൻ്റെ അളവ് 97%. ഭൂമിയിൽ ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ അളവ് വെറും 3% മാത്രമാണ്. എന്നാൽ ഭൂമിയിൽ മനുഷ്യന് ഉപയോഗ്യമായ ശുദ്ധജലത്തിൻ്റെ അളവ് വെറും 0.33% മാത്രമാണ്. എന്നാൽ ധ്രുവപ്രദേശങ്ങളിലും ഉയർന്ന പർവ്വതങ്ങളിലും ഉറഞ്ഞുകിടക്കുന്ന മഞ്ഞും ചില പ്രദേശങ്ങളിലെ ഭൂഗർഭജലവും നമുക്ക് അപ്രാപ്യമായ ശുദ്ധജലമാണ്. ഇതിൻ്റെ അളവ് 2.67%. ഭൂമിയിൽ ശുദ്ധജലത്തിൻ്റെ അളവ് വളരെ കുറവാണെന്ന് ഈ ഡയഗ്രം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ജലപരിവൃത്തി. ഭൂമിയിലെ ശുദ്ധജലം ഉപയോഗിക്കുന്തോറും തീരാതെ നിലനിൽക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിത്രം ശ്രദ്ധിക്കൂ. ഭൂമിയിലെ ജലാശയങ്ങളിലെ ജലം സൂര്യതാപത്താൽ നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തുന്നു. ഇതിനെ ബാഷ്പീകരണം എന്ന് വിളിക്കുന്നു. നീരാവി തണുത്ത് മേഘമായി മാറുകയും താപനിലയിലെ വ്യത്യാസത്തിനനുസരിച്ച് മേഘങ്ങൾ തണുത്ത് മഞ്ഞ്, മഴ എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ ഭൂമിയിലേക്ക് പതിക്കുന്നു. ഭൂമിയിൽ വീഴുന്ന മഴവെള്ളത്തിൻ്റെ ഒരു ഭാഗം മണ്ണിനടിയിലേക്ക് താഴ്ന്നിറങ്ങുകയും അവശേഷിക്കുന്നവ ഭൗമോപരിതലത്തിലൂടെ അരുവികളായും നദികളായും ഒഴുകുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒഴുകുന്ന നദീജലം ഒടുവിൽ കായലുകളിലോ സമുദ്രത്തിലോ പതിക്കുന്നു. ജലം നിരന്തരം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനെ ജലപരിവൃത്തി എന്ന് പറയുന്നു. ജലപരിവൃത്തി നിലനിൽക്കുന്നതിനാൽ ശുദ്ധജലം നാം ഉപയോഗിക്കുമ്പോൾ തീർന്നു പോകില്ല. കൂടാതെ പുഴകളിലും കിണറുകളിലും വീണ്ടും വീണ്ടും ശുദ്ധജലം നിറയുന്നു. ജലസ്രോതസ്സുകൾ. ജലസ്രോതസ്സുകളെ ഉപരിതല ജലസ്രോതസ്സുകൾ, ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായലുകൾ എന്നിവയൊക്കെയാണ് ഉപരിതല ജലസ്രോതസ്സുകൾ. ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്തായിരിക്കും ഇവയിലെ ജലനിരപ്പ്. കിണർ, കുളം, കുഴൽക്കിണർ തുടങ്ങിയവ ഭൂഗർഭജല സ്രോതസ്സുകളാണ്. മണ്ണിനടിയിലെ ജലം. മഴയിലൂടെയാണ് മണ്ണിലേക്ക് വെള്ളം എത്തുന്നത്. മണ്ണിൽ നിരവധി സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്, അഥവാ സ്പോർ സ്പേസസ്. മഴത്തുള്ളികൾ മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങളിലേക്ക് കിനിഞ്ഞിറങ്ങുകയും അവിടെ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. സുഷിരങ്ങളുള്ള അവസ്ഥയാണ് സുഷിരതാവസ്ഥ അഥവാ പൊറോസിറ്റി. കളിമണ്ണ് സുഷിരതാവസ്ഥയുള്ള പദാർത്ഥത്തിന് ഉദാഹരണമാണ്. സാധാരണ ഈ സുഷിരങ്ങളിൽ വായു നിറഞ്ഞിരിക്കും. മഴയിലൂടെയോ മറ്റോ ഈർപ്പമെത്തുന്നതോടെ ഈ സുഷിരങ്ങളിൽ ജലം നിറയും. മണ്ണിൽ മാത്രമല്ല, ചിലയിനം ശിലകളിലും സുഷിരതാവസ്ഥ കൂടുതലായിരിക്കും. അത്തരം ശിലകളിൽ ഏറെ ജലം സംഭരിക്കപ്പെടും. എന്നാൽ സുഷിരങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന തരം ശിലകളുള്ള ഇടങ്ങളിൽ മാത്രമാണ് ജലലഭ്യത ഉണ്ടായിരിക്കുക. സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയുന്നതുകൊണ്ടാണിത്. ശിലകളുടെ ഈ ഗുണവിശേഷത്തെയാണ് പ്രവേശനീയത അഥവാ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്.
എല്ലാ സുഷരിത പദാർത്ഥങ്ങളിലും പ്രവേശനീയത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണമായി കളിമണ്ണിന് സുഷിരിതാവസ്ഥ ഏറെയുണ്ടെങ്കിലും പ്രവേശനീയത തീരെ കുറവാണ്. അത് ജലത്തെ ഉള്ളിലേക്ക് കടത്തിവിടില്ല എന്നർത്ഥം. ഭൂമിയിൽ പെയ്തിറങ്ങുന്ന മഴവെള്ളം മഴയില്ലാത്ത കാലങ്ങളിലേക്ക് സംഭരിച്ചു വയ്ക്കാനുള്ള സംവിധാനം പ്രകൃതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴവെള്ളം മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങാനുള്ള അവസരം നാം തടസ്സപ്പെടുത്തിയാൽ വേനൽക്കാലത്ത് ജലദൗർലഭ്യം ഉണ്ടാകുന്നു. ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലമാണ് ഭൂഗർഭജലം അഥവാ അണ്ടർഗ്രൗണ്ട് വാട്ടർ. ഒരു പ്രദേശത്തെ ശിലാഘടനയ്ക്ക് അനുസൃതമായാണ് ഭൂഗർഭജല ലഭ്യത. അവസാദശിലകളായ ചെങ്കല്ല്, മണൽക്കല്ല് തുടങ്ങിയവയ്ക്ക് മറ്റ് ആഗ്നേയ കായാന്തരിത ശിലകളെ അപേക്ഷിച്ച് സുഷിരിതാവസ്ഥ കൂടുതലാണ്. ആയതിനാൽ ഇത്തരം ശിലകൾ ഉള്ള പ്രദേശത്ത് ഭൂഗർഭജല ലഭ്യത കൂടുതലായി കാണപ്പെടുന്നു. കൂടാതെ നദീതടങ്ങളിലും സമതല പ്രദേശങ്ങളിലും ഭൂഗർഭജലം കൂടുതലായിരിക്കും. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പാണ് ജലപീഠം അഥവാ വാട്ടർ ടേബിൾ എന്നറിയപ്പെടുന്നത്. ജലപീഠത്തിൻ്റെ നിരക്ക് ഏറിയും കുറഞ്ഞും ഇരിക്കാൻ കാരണം മഴക്കാലത്ത് കൂടുതൽ ജലം ഭൗമാന്തർഭാഗത്തേക്ക് ആഴ്ന്നിറങ്ങുന്നതുകൊണ്ടാണ്. പലവിധം കിണറുകൾ. നമ്മുടെ നാടുകളിൽ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ജലസ്രോതസ്സുകളാണ് കിണറുകൾ. ജലപീഠത്തിൻ്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ്. എന്നാൽ ജലപീഠം വളരെ താഴ്ചയിലാണെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുഴൽക്കിണർ കുഴിക്കുകയാണ്. യന്ത്രസഹായത്തോടെ ഭൂമിക്കടിയിലെ പാറ തുരന്നാണ് കുഴൽക്കിണർ ഉണ്ടാക്കുന്നത്. അരിപ്പക്കിണറുകൾ. മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽക്കിണറുകളാണ് അരിപ്പക്കിണറുകൾ അഥവാ ഫിൽട്ടർ പോയിന്റ് വെൽസ്. ആർട്ടീഷ്യൻ കിണറുകൾ. പ്രവേശനീയത തീരെയില്ലാത്ത രണ്ടു ശിലാപാളികൾക്കിടയിൽ പ്രവേശനീയത ഏറെയുള്ള ഒരു ശിലാപാളി ഉണ്ടെന്ന് വെക്കുക. ഈ ശിലാപാളിയിലേക്ക് കുഴിച്ചാൽ അതിലൂടെ ജലം സമ്മർദ്ദം കൊണ്ട് ഉയർന്ന് ഉപരിതലത്തിലെത്തും. അത്തരം കിണറുകളാണ് ആർട്ടീഷ്യൻ കിണറുകൾ എന്നറിയപ്പെടുന്നത്. പ്രവേശനീയതയുള്ള ശിലാപാളിയിലേക്ക് എവിടെയോ ഒരു ഭാഗത്ത് വെള്ളത്തിന് പ്രവേശിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഈ ജലലഭ്യത. ഫ്രാൻസിലെ ആർട്ടോയ്സ് എന്ന സ്ഥലത്താണ് ജലം സമ്മർദ്ദത്താൽ ഉയർന്ന ഉപരിതലത്തിൽ എത്തുന്ന തരം കിണറുകൾ ആദ്യമായി പ്രചാരത്തിലായത്. ഇതേ തുടർന്ന് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന ഇത്തരം കിണറുകൾ ആർട്ടീഷ്യൻ കിണറുകൾ എന്നറിയപ്പെടാൻ തുടങ്ങി. നീരുറവ. ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെ ഒഴുകും. ഇതാണ് നീരുറവ അഥവാ സ്പ്രിംഗ്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിന് ചൂടുണ്ടായിരിക്കും. ഇത് ചൂട് നീരുറവ അഥവാ ഹോട്ട് സ്പ്രിംഗ് എന്നറിയപ്പെടുന്നു. ചൂട് നീരുറവയ്ക്ക് ഒരു ഉദാഹരണമാണ് ഹിമാചൽ പ്രദേശിലെ മണികരൺ. ഗീസറുകൾ. ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ. അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ ഇതിനൊരു ഉദാഹരണമാണ്. തണ്ണീർത്തടങ്ങൾ. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വയലുകൾ, കുളങ്ങൾ, ചതുപ്പുനിലങ്ങൾ തുടങ്ങി എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടും. ഇവിടങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന ജലമാണ് ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാകുന്നത്. പ്രകൃതിയിലെ സ്വാഭാവിക ജലസമ്പന്നങ്ങളായ തണ്ണീർത്തടങ്ങളുടെ നികത്തലിലൂടെ നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കിണറുകളിൽ ജലനിരപ്പ് താഴുന്നത്, ചെറിയ മഴയിൽ പോലും നദികൾ വെള്ളപ്പൊക്കമുണ്ടാകുന്നത്, ആവാസ വ്യവസ്ഥയുടെ നാശം, കൃഷിഭൂമിയുടെ നാശം തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. ലോക തണ്ണീർത്തട ദിനവും റംസാർ കൺവെൻഷനും. യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 1971 ഇറാനിലെ റംസാറിൽ ഒപ്പുവെച്ച റംസാർ തണ്ണീർത്തട കൺവെൻഷൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം ആചരിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെ 171 രാജ്യങ്ങൾ റംസാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 2021 റംസാർ കൺവെൻഷൻ്റെ 50ാം വാർഷികമായിരുന്നു. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് 2025 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവുമാണ്. കേരളത്തിലെ റംസാർ സൈറ്റുകളാണ് വേമ്പനാട്ടുകായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട കായൽ എന്നിവ. VAS അഥവാ വാസ് എന്ന കോഡ് ഓർത്തുവച്ചാൽ കേരളത്തിലെ റംസാർ സൈറ്റുകൾ കിട്ടും. ജലത്തിൻ്റെ ഉപയോഗങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണിവ? ഗാർഹിക ആവശ്യങ്ങൾക്ക്, കാർഷിക ആവശ്യങ്ങൾക്ക്, ഗതാഗതത്തിന്, കൂടാതെ വ്യാവസായിക ആവശ്യങ്ങൾ,
വൈദ്യുത ഉൽപ്പാദനത്തിന്, വിനോദസഞ്ചാരം എന്നിവയ്ക്കും ജലം ഉപയോഗിക്കുന്നു. ജലവിഭവം നേരിടുന്ന ഭീഷണികൾ. ശുദ്ധജല ലഭ്യതക്കുറവ്. ഭൂമിയിൽ ശുദ്ധജലം തീരെ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ലഭ്യമായ ശുദ്ധജല സ്രോതസ്സുകൾ പോലും പലയിടത്തും ഇന്ന് വറ്റി വരണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ അളവ് സ്ഥിരമാണ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ആളോഹരി ജലലഭ്യത കുറയുന്നു. ജലത്തിൻ്റെ ഉപഭോഗം വർദ്ധിച്ചതും ജലലഭ്യതയെ ബാധിക്കുന്നുണ്ട്. വെള്ളത്തിന് ആദ്യമായി ATM ഏർപ്പെടുത്തിയത് കർണാടകത്തിലെ കനകപുരയിലാണ്. വരൾച്ചയെ തുടർന്ന് ഭൂഗർഭ ജല ലഭ്യത കുറഞ്ഞതുമൂലമാണ് ഈ സൗകര്യം സജ്ജമാക്കിയത്. രാജസ്ഥാനിലും ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലും ഈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജലമലിനീകരണം. ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ജലം മലിനമാക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വ്യാവസായിക മാലിന്യങ്ങളായ രാസവസ്തുക്കൾ, ലോഹ കഷ്ണങ്ങൾ മുതലായ മാലിന്യങ്ങൾ. കാർഷിക മാലിന്യങ്ങൾ, രാസവളം, കീടനാശിനി മുതലായവ. ഗാർഹിക മാലിന്യങ്ങൾ, സോപ്പ് വെള്ളം, വിസർജ്യ വസ്തുക്കൾ മുതലായവ. നഗര മാലിന്യങ്ങൾ, ഭക്ഷണ വസ്തുക്കൾ, പ്ലാസ്റ്റിക് മുതലായവ. ജലത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളിലും വരുന്ന ഹാനികരമായ മാറ്റമാണ് ജലമലിനീകരണം. ആധുനിക ലോകം നേരിടുന്ന ഗൗരവമേറിയ പ്രശ്നമാണിത്. മിക്ക രാജ്യങ്ങളിലും ഇത് ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണ്. ജലമലിനീകരണം നിയന്ത്രിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് നിയമം നിലവിലുണ്ട്. ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം എന്നാണിത് അറിയപ്പെടുന്നത്. ജലമലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ. ജലമലിനീകരണം തടയുക എന്നത് ഇന്ന് ലോകം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ജലമലിനീകരണം ശുദ്ധജല ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കുന്നതോടൊപ്പം മണ്ണ്, വായു എന്നിവയുടെ മലിനീകരണത്തിലേക്കും നയിക്കുന്നു. അത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്നു. ജലസംരക്ഷണം. പ്രകൃതി നമുക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭ്യമാക്കുന്നുണ്ട്. മഴയിലൂടെ ലഭിക്കുന്ന ഈ ശുദ്ധജലം ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിച്ചാൽ നമുക്ക് ശുദ്ധജലക്ഷാമവും വരൾച്ചയും പരിഹരിക്കാം. ഒരു പരിധിവരെ വെള്ളപ്പൊക്കവും. മണ്ണാണ് ഏറ്റവും വലിയ ജലസംഭരണി. ഓരോ തുള്ളി മഴവെള്ളവും വീഴുന്ന സ്ഥലത്ത് തന്നെ താഴാൻ അനുവദിക്കുക എന്നതാണ് ജലസംരക്ഷണത്തിലെ അടിസ്ഥാന തത്വം. നമുക്ക് തന്നെ ചെയ്യാവുന്ന ചില ജലസംരക്ഷണ മാർഗങ്ങൾ നോക്കാം. ജലം മിതമായി ഉപയോഗിക്കുക. ജലം പുനരുപയോഗം ചെയ്യുക. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. മാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കുക. പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക. മഴവെള്ളം ശേഖരിക്കാം. ധാരാളം മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്ത സാഹചര്യത്തിൽ ഏറ്റവും ശുദ്ധമായ ജലമാണ് മഴവെള്ളം. എന്നാൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി നോക്കൂ. കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ചെരിഞ്ഞാണ് കേരളത്തിൻ്റെ കിടപ്പ്. ഇത് കാരണം ലഭിക്കുന്ന മഴയുടെ 70% കടലിലോട്ട് ഒഴുകിപ്പോകുന്നു. ഈ മഴവെള്ളത്തെ മണ്ണിൽ താഴ്ത്താൻ പ്രകൃതി ഒരുക്കിയ സംവിധാനങ്ങളായ വനങ്ങൾ, കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കാവുകൾ എന്നിവ മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടൽ മൂലം ഈ സ്വാഭാവിക സംവിധാനങ്ങൾ ഇല്ലാതാകുന്നു. മഴവെള്ളം സംഭരിക്കുകയാണ് ശുദ്ധജലക്ഷാമം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇതിനുള്ള ചില മാർഗങ്ങൾ നോക്കാം. മേൽക്കൂര മഴവെള്ള സംഭരണം. കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ പതിക്കുന്ന മഴവെള്ളം സംഭരണികൾ ശേഖരിക്കുകയോ ഭൂമിയിലേക്ക് ഇറക്കിവിട്ട് ഭൂഗർഭ ജലവിതാനം ഉയർത്തുകയോ ചെയ്യുന്നതാണ് മേൽക്കൂര മഴവെള്ള സംഭരണം. ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണം. മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകാതെ മണ്ണിനടിയിലേക്ക് താഴ്ത്താനും ശേഖരിക്കാനും സഹായിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നോക്കാം. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. വനങ്ങൾ നിലനിർത്തുക. മരങ്ങൾ നട്ടുവളർത്തുക. ബഹുനില കൃഷി നടത്തുക. തട്ടുകൃഷി, പുതയിടൽ എന്നിവ ചെയ്യുക. തടയണകൾ നിർമ്മിക്കുക. കയ്യാലകൾ നിർമ്മിക്കുക. മഴക്കുഴികൾ നിർമ്മിക്കുക. 8ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഭൂമിയിലെ ജലം എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 10th ലെവൽ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.